നമസ്കാരം. ഞാൻ ഈ കാണിച്ചേക്കുന്ന വാർത്ത നിങ്ങളിൽ എത്ര പേരറിഞ്ഞു? ഗംഗാ നദിയിൽ ഒരു ബോട്ടിൽ ഇഫ്താർ പാർട്ടി നടത്തി എന്ന് പറഞ്ഞ് 14 മുസ്ലിം യുവാക്കളെ വാരണാസിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവരെന്തോ മാരകമായിട്ടുള്ള തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അത്രയും ഊതിപ്പെരുപ്പിച്ചിട്ടാണ് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തേക്കുന്നത്. അതേ രീതിയിലാണ് ഇവർക്കെതിരെ കേസ് എടുത്തേക്കുന്നത്. വലിയ തെറ്റ് ചെയ്യുന്നവർക്കെതിരെയൊന്നും ഇത്രയും കേസ് കൊടുക്കുന്നില്ല, അവരെയൊന്നും അപ്പം തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ജസ്റ്റ് ബോട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ഇവരെ അറസ്റ്റ് ചെയ്തേക്കുന്നു. മതത്തെ വ്രണപ്പെടുത്തി, മതവികാരത്തെ വ്രണപ്പെടുത്തി, ഹിന്ദുക്കളെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഊതിപ്പെരുപ്പിച്ചിട്ടാണ് ഇവർ ഈ വാർത്ത കൊടുത്തതും ഇവരെ അറസ്റ്റ് ചെയ്തതും. പക്ഷേ ഇതിനകത്ത് കുറേ വശപ്പിശകുകളില്ലേ? അതായത് ഇവർ മുസ്ലിം യുവാക്കളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഇതിനെ ഊതിപ്പെരുപ്പിച്ചതും കേസെടുത്തതും വാർത്ത കൊടുത്തതും. ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു കേസും ഉണ്ടാവത്തില്ല, വാർത്തയും ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വാർത്തയൊന്ന് കേട്ടിട്ട് വരാം. പവിത്രതയോടുകൂടി കാണുന്ന നദിയാണ്. എന്നാൽ ആ പവിത്രതയെ ഇല്ലാതാക്കുന്ന ഒരു ശ്രമമാണ് വാരാണസിയിൽ നിന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ റംസാൻ കാലയളവാണ്, റംസാൻ വ്രതം നടക്കുന്ന കാലഘട്ടമാണ്. ഇഫ്താർ പാർട്ടികൾ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. വലിയ സന്തോഷത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഈ ഇഫ്താർ പാർട്ടികൾ നടക്കാറുള്ളത്. എന്നാൽ വാരാണസിയിലെ ഒരു സംഘം യുവാക്കൾ, 20-25 വയസ്സോ പ്രായമുള്ള യുവാക്കൾ, 14 പേരടങ്ങുന്ന സംഘം, അവർ ഇഫ്താർ പാർട്ടിക്ക് തിരഞ്ഞെടുത്തത് ഗംഗാനദിയാണ്. ഒരു ബോട്ടിൽ ഗംഗാനദിയിൽ വെച്ചിട്ടാണ് ഇവർ ഇഫ്താർ പാർട്ടി നടത്തിയത്. ചിക്കൻ ബിരിയാണി അടക്കമുള്ള മാംസ വിഭവങ്ങൾ ഈ ഇഫ്താർ പാർട്ടിയിൽ വിളമ്പിയിരുന്നു. ഇഫ്താർ പാർട്ടി നടത്തി അതിനുശേഷം മാംസ വിഭവങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം പുണ്യനദിയിലേക്ക് തള്ളുകയും ഇതിന്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ അത് ചിത്രീകരിച്ച് റീലുകളടക്കം ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വൈറലായതോടുകൂടിയാണ് വിമർശനങ്ങൾ ഉണ്ടായത്. ഹിന്ദുക്കളുടെ പുണ്യനദിയായ ഗംഗയിൽ മാംസാവശിഷ്ടങ്ങൾ തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ ഈ വീഡിയോകൾക്ക് നേരെ ഉണ്ടാകുന്നു. അതിനുശേഷം ഇതിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം 14 യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ യുവാക്കൾ ബോട്ടിലിരുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഗംഗാ നദിയിലേക്ക് ഇട്ടു. ഞാൻ കുറേ വീഡിയോസ് കണ്ടു, പക്ഷേ അതിനകത്ത് വേസ്റ്റ് ഗംഗാ നദിയിൽ ഇടുന്ന വീഡിയോസ് ഒന്നും ഇല്ല. ഇനി റിമൂവ് ചെയ്തതായിരിക്കാം. വേസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അവർ വെറുതെ കഴിച്ചത് മാത്രമാണോ എന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഗംഗാ നദിയിലല്ല, ഈ രാജ്യത്തുള്ള ഏത് നദിയിലായിക്കോട്ടെ, കുളത്തിലായിക്കോട്ടെ, കടലിലായിക്കോട്ടെ, തോട്ടിലായിക്കോട്ടെ, കുളത്തിലായിക്കോട്ടെ, നമ്മൾ എൻവയോൺമെൻ്റലി സംരക്ഷിക്കേണ്ട ഏതൊരു സ്ഥലത്ത് നമ്മൾ വേസ്റ്റ് നിക്ഷേപിച്ചാലും അത് തെറ്റാണ്. അവിടെ മതമൊന്നുമില്ല. ഈ രാജ്യത്തുള്ള എല്ലാ സിറ്റിസൺസിനും അത് ബാധകമായിട്ടുള്ളൊരു നിയമമാണ്. നമ്മൾ സംരക്ഷിക്കേണ്ടവയെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യണം. വേസ്റ്റ് ഒരിക്കലും പൊതുവഴിയിലോ പബ്ലിക്കായിട്ടോ നമ്മൾ നിക്ഷേപിക്കാൻ പാടില്ല. എൻവയോൺമെൻറ്റിന് ഹാം വരുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതിലൊരു തർക്കവുമില്ല. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ എല്ലാവർക്കും അത് ബാധകമാണ് ആണല്ലോ. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹിന്ദുക്കൾ പവിത്രമായി കരുതുന്ന, പുണ്യമായി കരുതുന്ന നദിയാണ്. ഹിന്ദു വിശ്വാസപ്രകാരം പവിത്രമായി കാണുന്ന നദിയാണ്. അതിപ്പോൾ ഗംഗാ നദിയെ മാത്രമല്ല, എല്ലാ നദികളെയും ഹിന്ദു വിശ്വാസപ്രകാരം അവർ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും പവിത്രമായി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നദികളെ മാത്രമല്ല, മലകളെയും, അങ്ങനെ ജോഗ്രഫിക്കലി ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളെയും പവിത്രമായി കാണുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ. ഹിന്ദു വിശ്വാസപ്രകാരം അത് ശരിയുമാണ്, അവരുടെ റിച്വൽസിൻ്റെ ഭാഗവുമാണ്. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഗംഗാ നദി മലിനമാക്കുന്നത് ആരാണെന്നറിയാമോ? ഈ പറഞ്ഞ ഹിന്ദുക്കളാണ്. സത്യമാണ്. അതായത് ഈ ഗംഗാ നദിയെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല പവിത്രമായിട്ടുള്ളത്. അതായത് ഹിന്ദു വിശ്വാസ പ്രകാരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് ഗംഗാ നദി പവിത്രമാണ്. പക്ഷേ ഈ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു നദിയാണ് ഗംഗാ നദി. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. നമ്മൾക്ക് എൻവയോൺമെൻ്റലി നോക്കിക്കഴിഞ്ഞാൽ, ജോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാലും, എക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാലും നമ്മൾ വളരെയധികം കരുതലോടെ കാണേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ളൊരു നദിയാണ് ഗംഗാ നദി. 2523 കിലോമീറ്റർ എങ്ങാണ്ട് നീളമുണ്ട്. എനിക്ക് എക്സാക്റ്റ് അറിയത്തില്ല. അപ്പോൾ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. അതിനനുസരിച്ച് ട്രിബ്യൂട്ടറീസും ഉണ്ട്. അപ്പം എത്രത്തോളം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഗംഗാ നദി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടായിക്കോട്ടെ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നദികളിൽ ഒരെണ്ണം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദിയിൽ ഒരെണ്ണം ഏതാണെന്നറിയാമോ? യമുന നദി. ഫസ്റ്റ് പൊസിഷൻ യമുന നദിക്കാണ്. രണ്ടാമത്തെ പൊസിഷൻ ഗംഗാ നദിക്കാണ്. രാജ്യത്തെ മാത്രമല്ല, ഈ ലോകത്തെ തന്നെ ഏറ്റവും മലിനമായിട്ടുള്ള നദികളിൽ ഒരെണ്ണം ഗംഗാ നദിയാണ്. അപ്പം നിങ്ങൾ ഹിന്ദുക്കൾ തന്നെ പറ, നമ്മൾ അത്രയും പവിത്രമായി കാണുന്ന നദിയെ നമ്മൾ തന്നെ മലിനമാക്കുന്നില്ലേ?
ഈ റിച്വൽസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഗംഗാനദിയിലേക്ക് എന്തൊക്കെ വേസ്റ്റുകളാണ് തള്ളുന്നത്. പൂജാദ്രവ്യങ്ങൾ, ബാക്കി സാധനങ്ങൾ, നമ്മുടെ വസ്ത്രങ്ങൾ, ഈ ഡിവോട്ടീസ് ഭക്തരായിട്ടുള്ള ആൾക്കാർ അവിടെ ചെന്ന് കുളിച്ചിട്ട് അവിടെ തന്നെ തുണികളെല്ലാം ഊരിയിട്ടിട്ടിങ്ങി പോരും. തുണികൾ മാത്രമാണ്, ഹ്യൂമൻ എക്സ്പ്രഷൻ വരെയാണ് അതിനകത്ത് കൊണ്ടിടുന്നത്. മലമൂത്ര വിസർജനം നടത്തും, ഈവൻ ശവശരീരങ്ങൾ വരെ അതിനകത്തേക്ക് തള്ളും, ഡംപ് ചെയ്യും. ഇതെല്ലാം ചെയ്ത് മലിനമാക്കുന്നതും പോരാഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ മലിനമാക്കപ്പെടുന്ന നദികളിൽ ഒരെണ്ണമാണ് ഗംഗ. 3100ഓളം ഫാക്ടറികളാണ് ഗംഗാ തീരത്തുള്ളത്. ഈ 5 സംസ്ഥാനങ്ങളിലെ ആയിട്ടുള്ള 3100ഓളം ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റ് മുഴുവനായിട്ട് നിക്ഷേപിക്കുന്നത് ഈ ഗംഗാ നദിയിലാണ്. ഈ ചെറുപ്പക്കാര്, ഈ 14 പേര് ഇഫ്താർ പാർട്ടി നടത്തി ഗംഗയിലേക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി വേസ്റ്റ് ഇട്ടപ്പോഴേക്കും ഗംഗ അങ്ങ് മലിനമായി. അപ്പോൾ ഈ ബാക്കി നടത്തുന്ന മലിനീകരണങ്ങളോ? അതല്ലേ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം. ഈ ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വേസ്റ്റ് അല്ല, നിസ്സാരമായിട്ടുള്ള വേസ്റ്റ് ഒന്നുമല്ല. കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, ഹൈലി പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ്, ബയോകെമിക്കൽ സബ്സ്റ്റൻസ്, ഈവൻ സീവേജിൽ നിന്ന് വരുന്ന വേസ്റ്റ്, കക്കൂസ് മാലിന്യങ്ങൾ, ഇതെല്ലാം നിക്ഷേപിക്കുന്നത് ഈ ഗംഗാ നദിയിലേക്കാണ്. നമ്മൾ പവിത്രമായിട്ട് കണക്കാക്കുന്ന നദിയാണ്, പൂജിക്കുന്ന നദിയാണ്. എന്തേ കേസെടുക്കാത്തത്? എന്തേ ഈ 3100ഓളം ഇൻഡസ്ട്രികൾക്കെതിരെ കേസെടുക്കാത്തത്? അവർ തലപ്പത്തിരിക്കുന്നവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അത് തടയാൻ എന്തുകൊണ്ട് മാർഗങ്ങൾ ചെയ്യുന്നില്ല? ആ നദിയെ നമ്മൾ തന്നെ പൊല്യൂട്ട് ചെയ്തിട്ട് ഈ 14 മുസ്ലിം യുവാക്കൾ അവിടെ പോയി ഇരുന്ന് ഇഫ്താർ പാർട്ടി നടത്തിയപ്പോഴേക്കും മതം വ്രണപ്പെട്ടു. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. നമ്മൾ പൂജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള കഴിവും കൂടി നമുക്കുണ്ടായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും സംരക്ഷിക്കേണ്ട ഒരു നദിയാണ് ഗംഗ. കാരണം ഗംഗ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം അത്രയും അധികം നമ്മൾ ആശ്രയിക്കുന്ന ഒരു നദിയാണ്. അവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജൻ നമ്മളെല്ലാവരും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ 14 മുസ്ലിം യുവാക്കൾ അവിടെ പോയിരുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചപ്പോഴേക്കും ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ അങ്ങ് ഉണർന്നു. ആൾക്കാരുടെ മനസ്സിലുള്ള ആ ഒരു വികാരം അങ്ങ് ഉണർന്നു. അല്ലാത്ത സമയത്തൊന്നും വികാരം ഉണരത്തില്ല. അവിടെ എന്തൊക്കെയാണ് നിക്ഷേപിക്കുന്നതെന്ന് അറിയാമോ? അവിടെ പോയി മുങ്ങി കുളിക്കുന്നതിനൊപ്പം തന്നെ ബാക്കിയെല്ലാം അങ്ങ് സാധിക്കും. എന്നിട്ട് തിരിച്ച് കയറി വരും. എന്നിട്ട് പറയുന്നതോ പവിത്രമാണ്, ഞങ്ങൾ പൂജിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളത്. ഈ വാരണാസിയിലൊക്കെ പൂജയും പ്രാർത്ഥനയും ഒക്കെ നടക്കുന്ന സമയത്ത് ഗംഗയിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. അത് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് ഗംഗയുള്ളത്. ഈ ഗംഗ എന്ന് പറയുന്ന നദി നമ്മൾ സ്ത്രീയായിട്ടാണ് കണക്കാക്കുന്നത്. ഹിന്ദു പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പ്രകാരം നദികളെ നമ്മൾ സ്ത്രീയായിട്ടാണ് കണക്കാക്കുന്നത്. ഗംഗാ നദി ഒരു ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഒരു ദേവിയാണ് ഗംഗ എന്നുണ്ടെങ്കിൽ നമ്മളെ വന്ന് അടിച്ചിട്ട് പോയേനെ. ആ ഒരു അവസ്ഥയിലാണ് ഈ നദികളെയൊക്കെ തന്നെ നമ്മൾ പൊല്യൂട്ടഡ് ആക്കുന്നത്. ഓക്കെ, ഗംഗയെ പൊല്യൂട്ടഡ് ആക്കുന്നതിൽ എല്ലാ ആൾക്കാരും വരും. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും, ഇപ്പോൾ 3100 ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ആ ഇൻഡസ്ട്രികൾ പലരും ഹിന്ദുക്കൾ ഓണേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കും. എന്തേ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് മതം ഉണരുന്നില്ലേ? ഈ സമയത്ത് മാത്രം മതം ഉണർന്നു. 14 യുവാക്കൾ, മുസ്ലിം യുവാക്കൾ, അത് ഞാൻ പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്, എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ മതം ഒരു വിഷയമായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത്. 14 മുസ്ലിം യുവാക്കൾ അവിടെ പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു എന്നതിൻ്റെ പേരിൽ അവിടെ മതവികാരം വ്രണപ്പെട്ടു, മതം ഉണർന്നു, ഹിന്ദുക്കൾ ഉണർന്നു. അപ്പോഴേക്കും വലിയ സംഭവമാക്കി ഊതിപ്പെരുപ്പിച്ചു. ഓക്കെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം, അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ ഇവരെ ഇങ്ങനെ നിരത്ത് നിർത്തി ഇങ്ങനൊന്നും കാണിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റിൻ്റെ അനുസരിച്ചിട്ടുള്ള ശിക്ഷ കൊടുക്കുക. പക്ഷെ ആദ്യം നമ്മൾ നടപടി എടുക്കേണ്ടത് ആർക്കെതിരെയായിരുന്നു? ഈ ഗംഗയെ ഇത്രയധികം പൊല്യൂട്ടഡ് ആക്കുന്ന, ഗംഗ എന്ന് പറയുന്ന നദിയെ മുഴുവനായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ വേണം നടപടിയെടുക്കാൻ. അങ്ങനെ നമ്മൾ നടപടി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നമുക്ക് നടപടിയെടുക്കാം. അതല്ലേ സത്യം?